വെൽക്കം ബാക്ക് ടു മീറ്റ് ദ ലെൻസ്. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. ഇപ്പോൾ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ ചെറബ്രാന്ന് ഡേ ഇൻ മൈ ലൈഫ് അല്ലേ. പിന്നെ അനുകരണം എനിക്കൊരു ശീലം കൂടെ ആയതുകൊണ്ട് ഞാനും ഓർത്തു ഒരു ഡേ ഇൻ മൈ ലൈഫ് അങ്ങ് ചെയ്തേക്കാന്ന്. അപ്പോൾ എഴുന്നേറ്റപ്പോൾ കൈയോടെ തന്നെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് പുതിയ ഷീറ്റൊക്കെ ആക്കി ബെഡൊക്കെ ഒന്ന് സെറ്റാക്കി. അത് കാണുമ്പോൾ തന്നെ എനിക്കൊരു സന്തോഷമാണ് കേട്ടോ. പിന്നെ ഇതൊന്ന് ഫ്രഷായി ലോഞ്ചിലോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു ലോഡ് തുണി മടക്കാനുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ തുണി മടക്കൽ എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല, ലിനു ആണ് തുണിയൊക്കെ മടക്കുന്നത്. അതിൻ്റെ റീസൺ ഞാൻ തുണി മടക്കി ഇങ്ങനെ ചുരുട്ടിക്കൂട്ടി വെക്കുന്ന പോലെ എന്നാൽ ലിനു പറയുന്നത്. എന്നാൽ പിന്നെ ലിനു മടക്കിക്കോട്ടെ. പക്ഷേ ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് തുണിയൊക്കെ മടക്കി. പിന്നെ ഇതേ ചായക്ക് വെച്ചു. ചായക്ക് ആക്ച്വലി എൻ്റെ ജീവിതത്തിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോഴേക്കും ലിനുവിന് ഡ്യൂട്ടി സ്റ്റാർട്ടായിരുന്നു. അപ്പോൾ ലിനുവിന് പെട്ടെന്ന് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് തട്ടിക്കൂടാൻ ഞാൻ ഈ കിച്ചണിൽ കയറിയപ്പോൾ ഞാൻ എന്നോ മേടിച്ച് വെച്ച 2 മാങ്ങ ഒന്ന് പഴുത്ത് കിട്ടിയിട്ടുണ്ട്. അത് ഇവിടുത്തെ മാങ്ങയുടെ പ്രത്യേകതയാണ് കേട്ടോ. അപ്പോൾ ഇതേ മാംഗോ ഒക്കെ ഞാൻ കട്ട് ചെയ്ത് ജാറിലിട്ട് കുറച്ച് ഓട്സും നട്ട്സും പിന്നെ ഇതേ മധുരത്തിന് ഞാൻ കുറച്ച് ഹണിയും ഒഴിച്ച് കുറച്ച് പാലും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മാംഗോ സ്മൂതി ഇവിടെ റെഡിയായി. നമുക്കപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് മാംഗോ സ്മൂതിയാണ്. പിന്നെ കുറച്ച് മാംഗോസിൻ്റെ കട്ട് പീസസും കൂടി ഇട്ടു. അതിങ്ങനെ കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാൻ കിട്ടും. ഭയങ്കര നല്ല ഫീലാണ് കേട്ടോ അത്. അപ്പോൾ ലിനുവിന് എന്തോ ഭാഗ്യത്തിന് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടമായി. അല്ലായിരുന്നെങ്കിൽ ഞാനിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ആക്കേണ്ടി വന്നേനെ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഈ ചായയൊക്കെ എടുത്തിരുന്നപ്പോൾ എൻ്റെ പപ്പേനെ വിളിച്ച് കുറച്ച് നാട്ടുവിശേഷം വീട്ടുവിശേഷമൊക്കെ സംസാരിച്ചിരിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനെടുത്തു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മൾ ഈ പഞ്ചസാര ചേർക്കാത്തതിൻ്റെ ഒരു കുഴപ്പം എനിക്ക് തോന്നിയില്ല. മാങ്ങയ്ക്ക് അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ സോഫയിലിരുന്ന് ലിനു എഴുന്നേറ്റ് താഴെ ഇരിക്കുന്നു. ഇനി കുറച്ച് കഴിയുമ്പോൾ ലിനു അവിടെ കിടക്കും. ലിനുവിൻ്റെ വർക്ക് ഫ്രം ഹോം ഇങ്ങനെയാണ്. പലയിടങ്ങളിലായിട്ട് നമുക്ക് ലിനുവിനെ കാണാൻ പറ്റും. പിന്നെ ലിനു ബിസി ആയതുകൊണ്ട് ഞാൻ ഓർത്തു ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന്. ഇവിടെ ഇപ്പോൾ ഭയങ്കര വെയിലായതുകൊണ്ട് സൺസ്ക്രീൻ മുഖ്യം ബിഗിലെ അവസ്ഥയാണ്. അപ്പം ഞാൻ കുറച്ചധികം സൺസ്ക്രീമൊക്കെ വാരിപ്പൊത്തി കുറച്ച് ലിപ്സ്റ്റിക്ക് ഇട്ടു. ലിപ്സ്റ്റിക്ക് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണല്ലോ. അപ്പം പിന്നെ കുറച്ച് ലിപ്സ്റ്റിക്ക് ഇട്ട് മുടിയൊക്കെ കൂടെ അഴിച്ചിട്ട് അപ്പോൾ ദേ പുറത്ത് പോകാനുള്ള ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വേറെ എങ്ങോട്ടും അല്ല കേട്ടോ. ഈ കാട് പോലെ വളർന്നു നിൽക്കുന്ന ഐബ്രോസ് ഒന്ന് ത്രെഡ് ചെയ്യാൻ പോവാണ്. ടാറ്റയൊക്കെ തന്ന് വിടുന്നത് കണ്ടില്ലേ? ഭയങ്കര സന്തോഷമുള്ള പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? എന്നാൽ എനിക്ക് തോന്നി. ഉള്ളിൽ നല്ല സന്തോഷമുണ്ട് ലിനുവിന്. അപ്പോൾ ഇത് നമ്മുടെ ഫ്ലാറ്റും നമ്മൾ ത്രെഡ് ചെയ്യാൻ പോകുന്ന സ്ഥലം ദേ ഇവിടെയുമാണ്. ജസ്റ്റ് അടുത്താണ് കേട്ടോ. ഒരു 5 മിനിറ്റ്സ് വോക്കേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ലിബർട്ടി മോൾ. റോംഫോർഡിലെ ബിഗ്ഗസ്റ്റ് മോളാണ്. എന്താണെന്നറിയത്തില്ല. ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സൈഡ് വലിവാണ് കേട്ടോ. ഒന്നും മേടിച്ചില്ലെങ്കിലും ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി കണ്ടു പോകുമ്പോൾ വല്ലാത്തൊരു മനസ്സുഖമാണ്. ഈ ടോപ്പ് എനിക്ക് നല്ലതുപോലെ ഇഷ്ടമായി. പക്ഷേ മേടിച്ചുകൊണ്ട് ചെല്ലാൻ പറ്റത്തില്ല. കാരണം ഇതുപോലുള്ള 1-2 ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ത്രെഡ് ചെയ്യേണ്ട സ്ഥലം. ഇവിടെ ഇന്ത്യൻസ് ആയതുകൊണ്ട് നമ്മൾ പറയുന്ന പോലെ ചെയ്തു തരും. എനിക്കിവിടെ വന്ന് ചെയ്താലൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതേ ത്രെഡിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ദേ വീട്ടിലോട്ട് വന്നു. സുന്ദരിയായിട്ടില്ലേ കാടൊക്കെ വെട്ടി തെളിച്ചപ്പോൾ. അപ്പോൾ ഇനി ലഞ്ചിനുള്ള പ്രിപ്പറേഷനാണ്. ഞാൻ ദേ ഒരു ചമ്മന്തി സെറ്റാക്കിക്കൊണ്ടിരിക്കുവാണ്. ഇത് എന്ത് ചമ്മന്തിയാണെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ വറ്റൽമുളകും സവോളയും പുളിയും കൂടെയൊക്കെ ഇട്ടിട്ടുള്ളൊരു ചമ്മന്തിയാണ്. പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഞാൻ യൂട്യൂബ് നോക്കി ചെയ്തതാണ്. അപ്പോൾ ഇതേ മുട്ടയും വറുക്കുന്നുണ്ട്. ബാക്കിയുള്ള കറിയൊക്കെ ഞാൻ ആക്കി വെച്ചിട്ടാണ് പോയത്. മുട്ട ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയോ എന്നൊരു സംശയമുണ്ട്. പിന്നെ അത് മൊരുന്നതാണെന്നും പറഞ്ഞ് ഞാൻ ലിനുവിനെ പറ്റിച്ചു. അതെ, മുട്ട നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് മുറിക്കണം എന്നാണല്ലോ ശാസ്ത്രം പറയുന്നത്. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ആകാൻ പാടില്ലെന്നാണല്ലോ. അപ്പോൾ ദേ ലഞ്ചായിട്ടുണ്ട്. ഇന്ന് സത്യം പറഞ്ഞ ഒരു എളുപ്പപ്പണി ലഞ്ചായിരുന്നു. ഇത് ഇടിയിറച്ചിയാണ്. ഞാൻ നേരത്തെ ആക്കി വെച്ചതായിരുന്നു. ഇത് നമ്മുടെ ചമ്മന്തി, ഇത് ചെന്നത്തോലിയല്ലോ ചെമ്മീൻ റോസ്റ്റ്, മുട്ട വറുത്തത്, പിന്നെ തൈര്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇടിയിറച്ചിയൊക്കെ നേരത്തെ തന്നെ ആക്കി വെച്ചതായിരുന്നു. പക്ഷെ നല്ല അടിപൊളി ലഞ്ചായിരുന്നു. നല്ല കിടിലം ടേസ്റ്റായിരുന്നു. ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് കഴിക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ ഭയങ്കര ഒരു ഫീലായിരുന്നു കേട്ടോ. ഈ ചെമ്മീൻ റോസ്റ്റും ഇടിയിറച്ചിയൊക്കെ ഞാൻ നേരത്തെ തന്നെ കുറച്ച് കൂടുതലാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് ലഞ്ചൊക്കെ ആകുമ്പോഴത്തേനും ഒരു ചെറിയൊരു കറി മാത്രം വെച്ചാൽ മതിയല്ലോ. സാധനങ്ങളൊക്കെ ഇങ്ങനെ ആക്കി വെച്ചതുകൊണ്ടുണ്ടല്ലോ. ഊണ് കഴിഞ്ഞാൽ എന്തേലും മധുരം അതെനിക്ക് നിർബന്ധമാണ്. അങ്ങനെ മധുരം നോക്കി നോക്കി വന്നപ്പോൾ ചോക്ലേറ്റ്സ് ഒന്നും വീട്ടിലില്ല. പിന്നെ ലെനുവിൻ്റെ പ്രോട്ടീൻ ബാർ കഴിച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഒരു കാൽബറീസിൻ്റെ ഒരു പ്രോട്ടീൻ ബാർ ആയിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഇടയ്ക്ക് ലെനു വാങ്ങിക്കുന്നതൊക്കെ ഊളയാണെങ്കിലും ഇത് നല്ല കിടിലം ടേസ്റ്റായിരുന്നു. നമ്മുടെ ചോക്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് എൻ്റെ കെട്ടിയോനും ചെറുതായിട്ടൊന്ന് കാണാണ്ടായപ്പോൾ ഞാൻ തപ്പിത്തെറിഞ്ഞിറങ്ങിയതാണ്. ഞാൻ പറഞ്ഞില്ലേ ഇനി കുറച്ച് കഴിയുമ്പോൾ ലിനു കിടക്കുമെന്ന്. ഇപ്പം കിടന്നാണ് പണിയെടുക്കുന്നത്. ഞാൻ ചെറുതായിട്ടൊന്ന് പോയി ശല്യം ചെയ്യാൻ നോക്കിയെങ്കിലും എൻ്റെ ശ്രമം പകുതിയിൽ വെച്ച് ഉപേക്ഷിക്കേണ്ടി വന്നു. പക്ഷേ ഞാൻ അവിടെ ഒന്നും തളർന്നില്ല. ഞാൻ വീണ്ടും വീണ്ടും ശല്യം ചെയ്തുകൊണ്ടേയിരുന്നു.
ഞാൻ അങ്ങനെയാണ്. അവൻ്റെ കയ്യിൽ നിന്ന് 2 കിട്ടുന്നവരെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും. ലിനു ഇടയ്ക്കൊക്കെ പറയും, "നിനക്ക് ഓഫുള്ള ദിവസം എനിക്ക് വർക്ക് ഉണ്ടെങ്കിൽ ഞാൻ എന്തേലും പറഞ്ഞ് ഞാൻ ഓഫീസിൽ പോവും. ഞാൻ വർക്ക് ഫ്രം ഹോം എടുക്കില്ലാന്ന്. നിൻ്റെ ശല്യം കാരണം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല" എന്ന് ലിനു പലപ്പോഴും പറയാറുണ്ട്. അത് സത്യമാണെന്ന് ഇടയ്ക്കൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ട്. എനിക്കും ബോറടിക്കില്ലേ? എനിക്കും എന്തേലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ? പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ദേ ചായ ഇട്ടേക്കാമെന്നോർത്തു. ചായയല്ല സോറി കോഫി. രാവിലെ ചായ ആയിരുന്നതുകൊണ്ട് കോഫിയാണ് ഇട്ടത്. നല്ല ചൂടായതുകൊണ്ട് ആ സൈഡിലെങ്ങാനും വെച്ചിട്ട് പോകാൻ ലിനു പറഞ്ഞു. ഒരു കോഫി കുടിക്കുമ്പോഴുള്ളൊരു മനഃസുഖം ആഹാ! ഒരു മനുഷ്യന് ജീവിക്കാനുള്ള നെസസിറ്റീസിൽ പെടുന്നതാണ് ചായയും കോഫിയും എന്ന വാദമാണ് എനിക്ക്. എനിക്ക് ചായയും കോഫിയും ഇല്ലാതെ ജീവിക്കാനേ പറ്റില്ല. ലിനു വർക്ക് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ കയ്യോടൊരു പണി കൊടുത്തായിരുന്നു. കുറച്ച് വേസ്റ്റ് എടുത്ത് പുറത്ത് വെക്കാനുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകാനുള്ളതുകൊണ്ട് ഞാൻ ദേ ഒരുങ്ങിക്കെട്ടി നിൽപ്പുണ്ട്. ലിനു താഴെ പോയതുകൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പം ഞാൻ ദേ താഴെ ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ താഴെയുള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. ഇവിടെ ഇപ്പോൾ UK സീസൺ ആയതുകൊണ്ട് സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ട് എല്ലായിടവും ഇങ്ങനെ നിറച്ച് പൂവിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാം. ഭയങ്കര ഭംഗിയും എന്തോരം വെറൈറ്റി ഫ്ലവേഴ്സാണ് ഇവിടെ. അപ്പം ഞങ്ങൾ ഇന്ന് പോയത് സ്ട്രാറ്റ്ഫോർഡ് വെസ്റ്റ്ഫീൽഡിലോട്ടാണ് കേട്ടോ. നമുക്കൊന്നും മേടിക്കാനില്ലെങ്കിലും നമ്മൾ ലുലു മോളിൽ വെറുതെ കയറി ഇറങ്ങാറില്ലേ, ആ സെയിം അവസ്ഥയാണ് കേട്ടോ ഇവിടെയും. അപ്പോൾ ലിനുവിന് ആദ്യം ആപ്പിൾ സ്റ്റോറിൽ നിന്നെന്തോ മേടിക്കാനുള്ളതുകൊണ്ട് ഞങ്ങൾ ആദ്യം അങ്ങോട്ടാണ് പോയത്. പക്ഷേ ലിനു അവിടെ നിന്ന് മേടിച്ചില്ല. iPhone 16 Pro Max ഇറങ്ങുമ്പോൾ മേടിക്കാൻ വരാൻ ചേട്ടാന്നും പറഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങി. പിന്നെ ലിനു ഇത് എല്ലാ കടയിലും കയറി ഇറങ്ങുന്നുണ്ട്. വെറുതെ വിലയൊക്കെ നോക്കി കളക്ഷനൊക്കെ നോക്കി നടക്കുവാണ്. പിന്നെ ഞങ്ങൾ നേരെ പ്രൈമാർക്കിലോട്ട് പോയി. നമ്മുടെ നാട്ടിലെ സുഡിയോ ആണ് കേട്ടോ. നമ്മളൊരു ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ളൊരു 10 പേര് അത് ഇട്ടിട്ടുണ്ടാവും. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നമുക്ക് പുതിയ പുതിയ കളക്ഷൻസ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞങ്ങൾ വെസ്റ്റ്ഫീൽഡിൽ വന്നത് സ്ട്രാറ്റ്ഫോർഡിൽ പ്രൈമാർക്കിൽ വന്നത് ലിനുവിനൊരു പാൻസ് എടുക്കാനാണ്, ഒരു ട്രൗസേഴ്സ്. പിന്നെ ദേ ഇതാണ് എൻ്റെ ഫേവറേറ്റ് സെക്ഷനാണ്. ഇവിടെ ഇങ്ങനെ ഹോം ഡെക്കോസ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, ഭയങ്കര ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ട്. നമ്മുടെ ക്യാൻഡിൽസും ഫ്രേഗ്രൻസ് സ്റ്റിക്സും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു പ്ലേസ്. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ നല്ല അടിപൊളി സാധനങ്ങൾ, ഹോം ഡെക്കോസ് ഇവിടെ ഉണ്ട്. ഞാൻ ഇടയ്ക്ക് വന്ന് എന്തെങ്കിലുമൊക്കെ പെറുക്കിക്കൊണ്ട് പോകാറുണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. കാര്യം ലിനുവിനൊരു ട്രൗസേഴ്സ് എടുക്കാൻ വന്നതാണേലും ഓഫറിന് കിടന്നപ്പോൾ ഞാനും കുറച്ച് എടുത്തായിരുന്നു. അത് എനിക്ക് വേണമായിട്ടല്ല, ലിനുവിന് വിഷമാവണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് എടുത്തതാണ്. സാധനമൊക്കെ മേടിച്ചിറങ്ങിയപ്പോൾ ഞങ്ങൾ നിന്ന കട ഒഴികെ ബാക്കി എല്ലാ കടകളും അവർ അടച്ചു പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം കൊണ്ട് ഞങ്ങൾ ലേറ്റ് ആയിരുന്നെങ്കിൽ അവർ ഞങ്ങൾ അവിടെ നിന്ന് അടിച്ചിറക്കിയേനെ. പിന്നെ ഒരു നിമിഷം പോലും ഞങ്ങൾ അവിടെ നിന്നില്ല. പിന്നെ ടൈം ഇത്രയും ലേറ്റ് ആയതുകൊണ്ടും മടി അത്യാവശ്യം നല്ലതുപോലെ ഉണ്ടായിരുന്നുകൊണ്ടും ഡിന്നറിന് എന്തെങ്കിലും മേടിച്ച് പോകാമെന്ന് ഓർത്തു. പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല, വണ്ടി നേരെ ചായക്കടയിലോട്ട് വിട്ടു. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരു പേഴ്സണൽ ഫേവറേറ്റ് സ്പോട്ടാണ് ചായക്കട. നല്ല നാടൻ കിടിലം ഡിഷസ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നേരെ ചായക്കടയിലോട്ടാണ് പോകുന്നത്. പിന്നെ അവിടെ നിന്ന് കുറച്ചധികം സാധനങ്ങളൊക്കെ മേടിച്ച് നേരെ വീട്ടിലോട്ട് വിട്ടു. ഞങ്ങളൊരു BDFും ഒരു റുമാലിയൻ റൊട്ടി ഷവർമയും പിന്നെ ഒരു ബിരിയാണി ആട്ടോ മേടിച്ചത്. പിന്നെ പൊറോട്ട ഈ BDFിൻ്റെ കൂടെ പിടിക്കാൻ മേടിച്ചതാണ്. ഇവരുടെ റുമാലിയൻ റൊട്ടി ഷവർമ അടിപൊളിയാണ്. കറക്റ്റ് നാട്ടിലെ ടേസ്റ്റാണ്. നല്ല ജ്യൂസിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ റുമാലിയൻ റൊട്ടിയുടെ ഷവർമ. പിന്നെ ഈ BDF നല്ല ക്രിസ്പി ആയിരുന്നു. നല്ല കിടിലം ടേസ്റ്റ് ആയിരുന്നു കേട്ടോ BDF. ഈ BDFിൽ കിടക്കുന്ന പച്ചമുളക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്യാവശ്യം നല്ല എരിവുണ്ട്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ BDFിലെ പച്ചമുളക്. പിന്നെ ബിരിയാണി പറയാനില്ല, നല്ല ടേസ്റ്റായിരുന്നു. നമ്മുടെ തലശ്ശേരി ദം ബിരിയാണി ആയിരുന്നു. ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇതേ പോയി കിടന്നുറങ്ങിയില്ല, ഉറങ്ങാൻ പോയതാണ് ഞങ്ങൾ. പോയപ്പോഴത്തേനുമാണ് ഈ 2 പഴം വെറുതെ അവിടെ ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ ചീത്തായിപ്പോൾ ഉണ്ടല്ലോ എന്നോർത്ത് ഞങ്ങൾ പിന്നെ പഴം പൊരിച്ചു. അതും നല്ല ടേസ്റ്റായിരുന്നു. നല്ല നല്ല പഴുത്ത പഴമായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല കിടിലം ടേസ്റ്റായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പഴുത്ത പഴത്തിൽ പഴം പൊരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അകത്താണെങ്കിൽ നല്ല നല്ല പഴുത്തിട്ട് നല്ല മധുരമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതും കൂടെ കഴിച്ചിട്ട് ഞങ്ങൾ പോയി കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.